നിങ്ങളുടെ സൈക്കിൾ ഏത് മോഡലുമാകട്ടെ റിപ്പയർ ചെയ്തു തരുന്നു. സൈക്കിൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ വീനസിലൂടെ. ഇപ്പോൾ വീനസ് സൈക്കിളിൽ ഓണം ഓഫറുകൾ. വീനസ് സൈക്കിൾ പാർക്ക് ആൻഡ് ടോയ്സ്, കാളികാവ് റോഡ്, വാണിയമ്പലം. നിലമ്പൂർ നഗരസഭയിൽ പദ്ധതികൾക്ക് പണം അനുവദിച്ചതിൽ വിവേചനം എന്ന പരാതി. പദ്ധതികൾക്ക് അംഗീകാരം നൽകരുതെന്നാവശ്യപ്പെട്ട് മുൻ സ്ഥിരം സമിതി അധ്യക്ഷനും CPI കൌൺസിലറുമായ PM ബഷീർ മലപ്പുറം ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് പരാതി നൽകി. വികസന പ്രവർത്തനങ്ങളിൽ നഗരസഭാ അധ്യക്ഷയ്ക്ക് വിവേചനമുണ്ടെന്നും രാഷ്ട്രീയ വിവേചനത്തോടെ തന്റെ ഡിവിഷനിൽ ഒരു മേഖലയിലും ഒരു പൈസ പോലും നഗരസഭ നീക്കിവെച്ചില്ലെന്നാണ് പരാതി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തിയ അംഗനവാടികളുടെ പരിശോധനയിൽ കണ്ടെത്തിയ 11 അംഗനവാടികളുടെ നിർമ്മാണത്തിനോ നവീകരണത്തിനോ തുക നീക്കിവെച്ചില്ലെന്നും വിഷയം പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തണമെന്നും ബഷീർ ആവശ്യപ്പെട്ടു. ജില്ലാ ആസൂത്രണ സമിതിയിൽ കൊടുത്തിട്ടുള്ള പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ 3 കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒന്ന്, എല്ലാ വാർഡുകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഒരു ഭരണസമിതിയുടെ പൊതുവായ ചുമതലയും കർത്തവ്യവുമാണ്. ഈ ഭരണസമിതിയുടെ ചെയർപേഴ്സണായി അധികാരമേറ്റ ഉടനെ ബഹുമാനിയായുള്ള ചെയർപേഴ്സൺ അന്ന് പ്രഖ്യാപിച്ചത് വിവേചനമില്ലാത്ത ഭരണമെന്നാണ്. പക്ഷേ കഴിഞ്ഞ ഈ 8 മാസത്തെ നമ്മുടെ അനുഭവം വിവേചനമുള്ള ഭരണം, വിദ്വേഷമുള്ള ഭരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 1986 ജനസംഖ്യയുള്ള ഈ നഗരസഭയിലെ തന്നെ ഏറ്റവും വലിയ വാർഡായിട്ടുള്ള എൻ്റെ വല്ലപ്പ ഡിവിഷനകത്ത് ഒരു നയാ പൈസ ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടില്ല. മാത്രവുമല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ടെൻഡർ ചെയ്ത് വർക്ക് ഓർഡർ കൊടുത്തിട്ടുള്ള ഏകദേശം 13 പദ്ധതികളാണ് ഇവിടെ വെട്ടിമാറ്റിയത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ ഞാൻ പ്രതിനിധീകരിച്ചിട്ടുള്ള മയ്യന്താനി വാർഡിനകത്ത് ആ മയ്യന്താനി ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി 37 ലക്ഷം രൂപയുടെ പണം മാറ്റിവെച്ച് ആ പ്രവൃത്തി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സിൽക്ക് ആ പ്രവൃത്തി ഏറ്റെടുത്തു. അവർക്ക് വർക്ക് ഓർഡർ കൊടുത്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നോടുള്ള വിദ്വേഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.